കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും. മരങ്ങൾ കടപുഴകി പലയിടത്തും ഗതാഗത തടസ്സവും വീടുകൾക്ക് കേടുപാടും സംഭവിച്ചു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങി. കാലടിയിലും കളമശ്ശേരിയിലും വീടുകളിൽ വെള്ളം കയറി. അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. മലങ്കര ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം നിലച്ചു. പാലക്കാട്, ആലത്തൂർ, പത്തനാപുരത്തെ താൽക്കാലിക നടപ്പാലം പൂർണ്ണമായും നിലംപൊത്തി. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. വയനാട് നൂൽപ്പുഴ കരകവിഞ്ഞതോടെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. അടുത്ത 4 ദിവസം അതിതീവ്ര മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. നിതിൻ അംബുജനും രാഹുൽ സുരേഷും ഷഹദ് റഹ്മാനും വിവരങ്ങൾ നൽകും. നിതിൻ, ഇപ്പോൾ വരുന്ന വിവരം പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു എന്നാണ്. സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ? എന്താണ് പെരിയാറിന്റെ തീരത്തെ സാഹചര്യം? ബിജുമാർ, ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി ഏലൂർ കുറ്റിക്കാട്ടുകരയിലെ എടമുളയിലെ 13-ാം വാർഡിലാണ്. ഇവിടെ വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ തന്നെ ഇത്തരത്തിലാണ് അവസ്ഥ. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പല വീടുകളും, ഏതാണ്ട് 25ഓളം വീടുകളാണ് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തുള്ളത്. ഈ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോഴും വെള്ളം താഴ്ന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്ന പോലെ തന്നെ നേരെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അരയ്ക്ക് മുകളിലേക്ക് വെള്ളം ഉള്ള ഒരു സാഹചര്യമാണ് പലയിടത്തുമുള്ളത്. പല വീടുകളിലും ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതും അതോടൊപ്പം തന്നെ കൈവഴിയിലൂടെ വെള്ളം ഈ വീടുകളിലേക്ക് എത്തുകയായിരുന്നു. രാവിലെ 6 മണി മുതൽ തന്നെ ഇത്തരത്തിൽ ഏതാണ്ട് 25ലധികം വീടുകളിൽ ഇവിടെ കളമശ്ശേരിയിലെ ഏലൂർ കുറ്റിക്കാട്ടുകര മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ട്. കാലടിയിലും സമാനമായ നിലയിൽ തന്നെ 13 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും വെള്ളം കയറിയ ഒരു സാഹചര്യം. മഴ ഇപ്പോൾ അല്പം മാറിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വെള്ളം താഴ്ന്നിട്ടില്ല. മാത്രമല്ല, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരിയാറിലെ ജലനിരപ്പ് ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും കൈവഴിയിലൂടെ ഇത്തരത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ആളുകൾക്ക് കൂടുതൽ ദുരിതത്തിലേക്കാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്തെ ചില ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഇവിടെ വെള്ളം കയറിയത്? ഇന്ന് രാവിലെ ഒരു 6 മണി മുതലാണ് പ്രദേശത്ത് വെള്ളം കയറി തുടങ്ങിയത്. ഇപ്പൊ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വീടുകളിലൊക്കെ കയറിയായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇവിടെയുള്ള ആൾക്കാർക്ക് ബന്ധു വീട്ടിലേക്ക് മാറിയേക്കണത്. പിന്നെ അപ്പുറത്ത് ബോസ്കോയിലുള്ള ആൾക്കാർ ഗവൺമെന്റ് യു പി സ്കൂൾ കുറ്റിക്കാട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടെ തുറന്നിട്ടുണ്ട്. നമ്മളെ കുറ്റിക്കാട്ടൊക്കെ ഗവൺമെന്റ് യു പി സ്കൂളിൽ തുറന്നിട്ടുണ്ട്. അങ്ങോട്ടെല്ലാം ഈ അരക്ക് മുകളിൽ വെള്ളം ഉണ്ടോ? പക്ഷെ അവിടെ വീടുകളിലും കയറിയപ്പോൾ അവിടുത്തെ ആളുകളുടെ അവസ്ഥ എന്താ? അവിടെ അവസ്ഥകൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഇവരൊക്കെ. പിന്നെ ഒരു ചേച്ചിയും പിള്ളേരും മാത്രം ആ വീട്ടിലുണ്ട്. അവർ കുറച്ച് കൊണ്ട് വരാമെന്ന് പറഞ്ഞേക്കണം. അവർക്ക് എല്ലാ ദിവസവും നല്ല പരിചയമാണ്. വെള്ളം കയറി അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. ആ സമയത്ത് അവർ ഇടപെടും. അതുകൊണ്ട് അവർ പോയി കൊണ്ടുവരികയാണ് ചെയ്യുക. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് വരാൻ സാധ്യത കുറവാണ്. ഇപ്പൊ നമ്മൾ ഒരെണ്ണം ഇപ്പൊ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ തന്നെ വരാൻ ഉദ്ദേശിക്കണം. എന്തായാലും വിജയകുമാർ, ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അത് മഴയുടെ സാഹചര്യം അനുസരിച്ചാകും തുറക്കുക. എന്തായാലും പല വീടുകളിലും ഇത്തരത്തിലാണ് അവസ്ഥ. വീടുകളിലെ സാധനങ്ങളെല്ലാം തന്നെ മുകളിലേക്ക് ഇപ്പോൾ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 6 മണിയോടുകൂടി തന്നെ ഈ വെള്ളം ഇങ്ങനെ വീടുകളിലേക്ക് കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും ഈ കാണുന്ന പോലെ തന്നെ വീടുകളിലെ സാധനങ്ങൾ ഇങ്ങനെ ഈ ടേബിളിന് മുകളിലേക്കൊക്കെ കയറ്റി അത്തരത്തിലൊരു ഇവിടെ ആളുകൾ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, പല ആളുകളും ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ മഴ മാറുകയാണെങ്കിൽ വെള്ളം കുറയുമെന്നൊരു പ്രതീക്ഷയാണ് ആളുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 25ഓളം കുടുംബങ്ങൾ ഈ മേഖലയിലുണ്ട്. പലയിടത്തും ഇത്തരത്തിൽ വെള്ളം കയറുന്നത് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലയിടത്തും വൈദ്യുതി ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കാലടിയിലും സമാനമായ നിലയിൽ തന്നെ 13 വീടുകളിലാണ് ഏലൂരിനടുത്ത് കുറ്റിക്കാട്ടുകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. 25 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയിലാണ് പെരിയാറിൽ നിന്നുള്ള വെള്ളം എത്തിയിരിക്കുന്നത്. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് അവിടെ തുറന്നിട്ടുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നാണ് പലയിടത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് താമരശ്ശേരി അടിവാരം പൊട്ടിക്കൈ കോളനിയിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴയിൽ ദുർഗാദേവി ക്ഷേത്രത്തിന് മുകളിലും സമീപത്തെ വീടുകൾക്ക് മുകളിലും മരം വീണു. ഉള്ളിയേരിയിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് കടപുഴകി വീണ് വീട് തകർന്നു. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എന്താണ് അവിടുത്തെ സാഹചര്യം? താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയെന്ന് രാവിലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കനത്ത കാറ്റും അവിടെ നാശം വിതയ്ക്കുന്നുണ്ട്. മഴയ്ക്ക് ശമനമുണ്ടോ ഇപ്പോൾ?
വിജയകുമാർ, കഴിഞ്ഞ ഒരു മണിക്കൂറായി കോഴിക്കോട് പൊതുവെ മഴ മാറി നിൽക്കുകയാണ്. ഗ്രാമീണ മേഖലകളാണെങ്കിലും നഗരപ്രദേശങ്ങളാണെങ്കിലും മഴ മാറി നിൽക്കുകയാണ്. ഒരു ശമനമുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ഏത് സമയത്തും മഴ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് ഉള്ളത്. ഈ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം കനോലി കനാലിൽ ജലനിരപ്പ് ഉയരുന്നതാണ് നേരിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. നമ്മൾ രാവിലെ കണ്ട കരുട പീച്ച് ആൻഡ് ഹൈറൻ സ്കൂളിലാണെങ്കിലും അതിന് സമീപമുള്ള മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലാണെങ്കിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. ഇത് സാധാരണ ആളുകൾ കടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണ്. ഇന്നലെ ഉണ്ടായ കനത്ത മഴയിലാണ് ഈ പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുള്ളത്. ഇവിടുത്തെ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ വലിയൊരു നാശനഷ്ടം ഇല്ല. അതാണ് നേരിയ ആശ്വാസം നൽകുന്നത്. ഇനി മലയോര മേഖലകളിലെ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് താമരശ്ശേരി അടിവാരം പൊട്ടിക്കൈ കോളനിയിലാണ് ഒരു നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദുർഗാദേവി ക്ഷേത്രത്തിന് മുകളിലും സമീപത്തെ വീടുകൾക്ക് മുകളിലും കനത്ത കാറ്റിനെ തുടർന്ന് മരം പൊട്ടി വീണിട്ടുണ്ട്. ഇതേ തുടർന്ന് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലും അതോടൊപ്പം തന്നെ നിരവധി വൈദ്യുത പോസ്റ്റുകളും തകർന്നു എന്നാണ് നമുക്ക് താമരശ്ശേരിയിൽ നിന്നും ലഭിക്കുന്ന അവിടുത്തെ നിരവധി വാഹനങ്ങളും തകർന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു സംഭവം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് കോഴിക്കോട് ഉള്ളേരിയിലാണ്. ഉള്ളേരിയിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് കടപുഴകി വീണാണ് വീട് തകർന്നിട്ടുള്ളത്. കിഴക്കേ കുഴിയിൽ ബേബിയുടെ വീടിന് മുകളിലാണ് ഈ മരം വീണത്. ഈ സമയത്ത് വീടിനുള്ളിൽ 4 ആളുകൾ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടിവർ വീടിനകത്ത് നിന്നും ഇറങ്ങി ഓടിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ നിരവധി തോടുകളും പുഴകളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇരവഞ്ഞിപ്പുഴയും ചെറുപുഴയും ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇവിടുത്തെ ചില പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടുത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ മുമ്പും വെള്ളം കയറുന്നുണ്ടോ? ഈ കനോലി കനാലില് വെള്ളം കയറുമ്പോൾ ഉണ്ട്. അതിൽ വെള്ളം കുറഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ വെള്ളം കുറയുള്ളൂ. നിലവിലെ വെള്ളം ഒഴുകി പോകാത്തൊരവസ്ഥ അല്ലേ? ഒഴുകി പോകാത്ത അവസ്ഥയുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ അടുത്ത സ്കൂളൊക്കെ വെള്ളത്തിലാണ്. ഇവിടെ ഡ്രെയിനേജ് അടഞ്ഞതാണ് മെയിൻ പ്രശ്നം എന്നായിട്ട് തോന്നുന്നുണ്ട്. അത് ഇവിടുന്ന് വെള്ളം ഒഴുകുന്നില്ല. ഈ മഴക്കാല പൂർവ്വ പ്രവർത്തികൾ നടന്നിട്ടില്ലേ ഇവിടെ തീരെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഞാനിവിടെ അടുത്ത സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ്. അതായത് ഈ കനോലി കനാലിന്റെ പ്രശ്നമാണ് ചേട്ടനൊക്കെ പറഞ്ഞത്. അതായത് കനോലി കനാലിൽ മഴക്കാല പൂർവ്വ പ്രവർത്തികൾ നടക്കാത്തതാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി വന്നത്. നിലവിൽ ഈ കനോലി കനാല് നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മഴ തുടരും. യെസ്, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് നിന്നാണ് രാഹുൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നത്, ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുവെന്നാണ്. പത്തനംതിട്ട തിരുവല്ല മേപ്രാലിൽ പുല്ലു ചെത്താൻ പോയാൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റു മരിച്ചു. മേപ്രാൽ തട്ടുതറയിൽ വീട്ടിൽ റെജിയാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുകയായിരുന്നു എന്നൊരു പ്രാഥമിക വിവരമാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, പെന്തക്കോസ്ത് സഭയുടെ ഒരു പള്ളിയുണ്ട്. അതിന് സമീപത്ത് ഒരു വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. രാവിലെ പുല്ല് ചെത്താൻ പോയതാണ് റെജി. അതിനുശേഷം ആരും തന്നെ ഇദ്ദേഹത്തെ കണ്ടിരുന്നില്ല. കുറെ നേരമായിട്ടും എത്താത്തതിനാൽ നാട്ടുകാർ എല്ലാവരും തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് റെജി കിടക്കുന്നത് കണ്ടത്. അപ്പോഴാണ് സമീപത്തെ വൈദ്യുതി കമ്പിയും പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. വൈദ്യുതി കമ്പിയിൽ ചുറ്റിയായിരുന്നു ഇദ്ദേഹം കിടന്നിരുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും KSB ജീവനക്കാരെത്തി വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് റെജിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. റെജി 65-കാരനാണ്, പ്രദേശത്തെ ഒരു കർഷകനാണ്. അദ്ദേഹത്തിന് പശുക്കളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അനാസ്ഥയുണ്ടോ, അനധികൃതമായി വലിച്ച ലൈനാണോ എന്നൊക്കെ പരിശോധിക്കുമെന്ന് KSB അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നതെന്ന ദുഃഖകരമായ വാർത്തയാണ് തിരുവല്ലയിൽ നിന്ന് ഈ ഒരു നിമിഷത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വിജയകുമാർ. പത്തനംതിട്ട തിരുവല്ല മേപ്രാലിൽ പുല്ല് ചെത്താൻ പോയ ആളാണ് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റു മരിച്ചത്. മേപ്രാൽ തട്ടുതറയിൽ വീട്ടിൽ റെജിയാണ് മരിച്ചത്. ഇന്ന് മഴ അപകടങ്ങളിൽ ഏതാണ്ട് 5 പേരുടെ മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. ഷഹദ് റഹ്മാനുണ്ട് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി. ഷഹദ്, വടക്കൻ കേരളത്തിൽ കനത്ത മഴ പെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് കൂടുതൽ മഴ പെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. എന്താണ് മലപ്പുറത്തെ സാഹചര്യം? ഈ പുഴകൾ നിറയുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്നു. ഇതോടെ അവിടെ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ടോ? നിലവിൽ വിജയകുമാർ അങ്ങനെ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ജില്ലയിലില്ല. ജില്ലയിൽ ഉടനീളം കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായിട്ട് ഇടവിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. ആദ്യം വലിയ ശക്തിയായിട്ട് മഴ പെയ്യും, എന്നാൽ ചെറിയൊരു ഗ്യാപ്പ് എടുക്കും, പിന്നീട് ശക്തിയായിട്ടുള്ള മഴ പെയ്യും. അങ്ങനെ ഇടവിട്ടുള്ള മഴയാണ് നിലവിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മലയോര മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പല ഘട്ടങ്ങളിലായിട്ട് തുടരുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ
എടവണ്ണ അതുപോലെ തന്നെ ഈ പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുൻ വർഷങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ചെറിയ മഴ പെയ്താൽ വെള്ളം കയറുന്ന ഇടങ്ങളാണ്. ഇത്തരം ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തവണയും ഈ മഴയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തവണ, അതായത് ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെ ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മരങ്ങൾ കടപുഴകി വീഴുന്നതാണ്. സാധാരണഗതിയിൽ ഈ മഴയ്ക്ക് മുന്നേ ഇത്തരത്തിൽ അപകടം പതിയിരിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാറുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് ഈ റോഡ് അരികിലുള്ള വലിയ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തുടർച്ചയായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്ന കാഴ്ച, അതുപോലെ തന്നെ ബസ്സിന് മുകളിലേക്ക്, അതുപോലെ ഒരു മിനി ലോറിന്റെ മുകളിലേക്ക്, അങ്ങനെ നിരവധി വാഹനങ്ങൾക്ക് മുകളിലേക്കും റോഡിലേക്കും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആർക്കും തന്നെ വലിയ രീതിയിലുള്ള അനർത്ഥങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. അല്പസമയം മുമ്പ് കളക്ടറുടെ ബംഗ്ലാവിന് പുറകുവശത്തായിട്ട് ഒരു മരം കടപുഴകി വീണു. അത് മിനി ലോറിക്ക് മുകളിലേക്കാണ് വീണത്. ഇതിലുണ്ടായിരുന്ന ഡ്രൈവർക്കും സഹപ്രവർത്തകനും കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. കൈക്കും അതുപോലെ തന്നെ ചെവിക്കുമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റിടങ്ങളിലൊന്നും തന്നെ അനർത്ഥ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അതേ സമയത്ത് മഴ ശക്തമായി പെയ്യുന്ന പശ്ചാത്തലത്തിൽ ഈ ഭാരതപ്പുഴയിൽ വെള്ളം ക്രമാതീതമായിട്ട് ഉയരുന്നുണ്ട്. അവിടെ നിന്നും ഈ മണിക്കൂറിൽ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഇറച്ചി വ്യാപാരികൾ കന്നുകാലികളെ ഈ മേഖലയിൽ മേയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കന്നുകാലികൾ ഈ മേഖലയിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വാർത്ത. കാരണം അവയ്ക്ക് ഈ കരയ്ക്ക് കയറാനോ അല്ലെങ്കിൽ കരയിലേക്ക് വരാനോ ഉള്ള ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിലില്ല. കാരണം അവ വെള്ളത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ വില്ലേജ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് അവയെ കരയിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ അതായത് പഞ്ചായത്തുകൾക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. നദികൾ നിറയുന്നു, ചെറു ഡാമുകൾ ഒട്ടുമിക്കതും തുറന്നിട്ടുണ്ട്, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയാണ്. അപ്പോൾ വലിയ ജാഗ്രത വേണ്ട മണിക്കൂറുകൾ. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അടുത്ത 4 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ന് ഈ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും ഒട്ടുമിക്ക ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്.